എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മരീന മോളിലെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജനുവരിയിലൊക്കെയാണ് മോളിൽ പോയത്, ചെന്നൈയിൽ. എനിക്ക് കുറച്ച് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യാനൊക്കെ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ഇത്ര ലേറ്റായിട്ട് ഇടുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അവിടെ ഞാൻ പോയ സമയത്തൊക്കെ ഐസ് ഏജ് ഐലൻഡ് ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു, 50% വരെ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഡ്രസ്സസിനും എല്ലാത്തിനും. നല്ല മോളാട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ നേരത്തെ കണ്ടത് ഗ്രൗണ്ട് ഫ്ലോർ ആട്ടോ. അത് നമ്മൾ മേളിൽ കയറുമ്പോൾ അതിൻ്റെ ഇങ്ങനത്തെ ഒരു ഇതാണ് ഫസ്റ്റ് ഫ്ലോർ. അവിടെയാണ് ഈ ഐസ് ഏജ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് കുറേ ഐസ് ഏജിലെ ക്യാരക്ടേഴ്സൊക്കെ വെച്ചിട്ട് നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമാട്ടോ കാണാൻ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും പിന്നെ ഈ മോള് കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ ചെറുതുപോലെയൊക്കെ തോന്നിക്കും. പക്ഷേ നമ്മൾ ഓരോ ഫ്ലോർ കയറും തോറും പിന്നെ ഇതിൻ്റെ ഫ്ലോർസൊക്കെ കൂടുന്ന പോലെയൊക്കെ തോന്നും. ഇപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ കയറുമ്പോൾ ഇനി 2-3 ഫ്ലോറുള്ള പോലെയൊക്കെ തോന്നും. അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ്. അതൊരു ഡിഫറെൻറ്റ് സ്ട്രക്ചറാണ് ആ മോള് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ഇതാണ് മോളിൻ്റെ ഒരു ഫുൾ വ്യൂ എന്നൊക്കെ പറയണത്. ഇത് ഫസ്റ്റ് ഫ്ലോർ തൊട്ടാട്ടോ. ഇതിൻ്റെ താഴെ ഇനി ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടായിരുന്നു, എൻട്രൻസ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ താഴെ നിന്ന് കാണുമ്പോൾ 2 ഫ്ലോറേ കണ്ടോളൂ. ഇപ്പോൾ ആദ്യത്തെ ഫ്ലോർ കയറുമ്പോഴാണ് അത് പിന്നെയും ഇനി ഇങ്ങനെ ഫ്ലോർ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ കുറേ വഴിയൊക്കെ തപ്പി കണ്ടുപിടിച്ചിട്ട് ഫുഡ് കോർട്ടിലെത്തിയിട്ട് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. ഉച്ച സമയമായി. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഫുഡ് കോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു ചെട്ടിനാട് ചിക്കൻ റോൾ വാങ്ങിച്ചു. പിന്നെ പെരി പെരി ചിക്കൻ പാവ് ഭാജി ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഇത് തായ് ഫ്രൈഡ് ഐസ്ക്രീം ഒരെണ്ണം, ഒരു തിരാമിസു ബോബ ടീ ഒരെണ്ണം പറഞ്ഞു. പിന്നെ ഒരു നൂൽ പൊറോട്ടയും ചിക്കൻ കറിയും കൂടി പറഞ്ഞു. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഞാൻ കേട്ടോ പോയത്. അപ്പോൾ ഇതെല്ലാം വാങ്ങിച്ചു. പൊറോട്ടയൊക്കെ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ നമ്മുടെ നാട്ടിലത്തെ പൊറോട്ടയാണ് നല്ലത്. പിന്നെ ബാക്കിയെല്ലാം വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്നാലും അങ്ങനെ ഭയങ്കര ടേസ്റ്റൊന്നും ഇല്ല. കുഴപ്പമില്ല, കഴിക്കുക, അത്രേ ഉള്ളൂ. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ ഫ്ലോറിൽ കയറി. അവിടെയാണ് ഈ ഫൺ സോണൊക്കെ ഉള്ളത്. ഇതെല്ലാം കിഡ്സിൻ്റെ സെക്ഷനാണ്. നല്ല കുറേ റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചെന്നൈയിലൊക്കെ പോവുകയാണെങ്കിൽ മരീന മോളിൽ കമ്പൽസറി പോകണം കേട്ടോ. നല്ല മോളാണ്. ഞാൻ ഈ മരീന മോളല്ലാണ്ട് ഫീനിക്സിലും പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഫീനിക്സിനേക്കാളും മരീന മോളാണ് പേഴ്സണലായിട്ട് ഇഷ്ടമായത്. ഇത് VR റൈഡൊക്കെയാണ്. നല്ല ഒരു ഫൺ സോണാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമായി.
എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞങ്ങൾ ഹോം സെൻറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ ഹോം ഡെക്കർ ഐറ്റംസ് ഒക്കെയാണ്. അവിടെ കയറുമ്പോൾ തന്നെ ഓരോന്നൊക്കെ കാണുമ്പോൾ നല്ല രസമാട്ടോ, എല്ലാം വാങ്ങിക്കാൻ തോന്നും. അങ്ങനെ നല്ല നല്ല ഡെക്കറേഷൻ ഐറ്റംസൊക്കെയാണ്. കുറേ പ്ലേറ്റ് ആയാലും ഗ്ലാസ്സുകൾ കുറേ സെറ്റായിട്ടൊക്കെ ഉണ്ട്. നല്ല സൂപ്പർ കളക്ഷൻ ആട്ടോ മരീന മോളിൽ. ഞാൻ വിചാരിക്കും അവിടെ വല്ലതും വീടായിരുന്നെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാമായിരുന്നു എന്ന്. ഇത് നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുവരാനും പറ്റത്തില്ല, യാത്ര ചെയ്യുമ്പോഴൊക്കെ പാടെ പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറേ ചെടികളും നല്ല രസമാട്ടോ. അതിനകത്തുള്ള എല്ലാ സാധനവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അതിനകത്ത് കുറച്ച് വീഡിയോസൊക്കെയാണ്. ഉച്ചയായപ്പോൾ മോളിൽ വന്നതാട്ടോ. എന്നിട്ട് ഇറങ്ങിയപ്പോൾ രാത്രിയായി. അത്രയ്ക്കും കുറേ ഉണ്ട് അവിടെ കാണാൻ. എന്നിട്ട് ഞങ്ങൾ കുറേ കടകളൊക്കെ സ്കിപ്പ് ചെയ്തു. എന്നിട്ടും അവിടെ ഞങ്ങൾക്ക് സമയം തികഞ്ഞില്ല. എന്നാലും കുറേയൊക്കെ നടന്ന് മടുത്ത്. എന്നിട്ട് കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.